നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന. റാഗിംഗ് എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിക്ക് ഡോക്ടറാകാൻ മോഹിച്ച് കോളേജിൽ ചെന്നപ്പോൾ അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ റാഗിംഗ് അനുഭവം ആണ് ഈ കഥ വിവരിക്കുന്നത്. വിധി അയാളുടെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആരെയാണെന്ന് നമുക്ക് നോക്കാം. കഥയിലേക്ക് പോകാം. വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ഡോക്ടറാകാനുള്ള മോഹത്താൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതാണ്. വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് പലതുമായിരുന്നു. എങ്കിലും എല്ലാം സഹിച്ച് അവിടെ പോയി. BHUവിൽ പണ്ട് പഠിച്ചിരുന്ന ഒരാളോട് അപ്പ കാര്യങ്ങൾ തിരക്കിയിരുന്നു. നല്ല കോളേജാണ്, പക്ഷേ റാഗിങ് അല്പം കൂടുതലാണ്. സീനിയേഴ്സിനോടും ആരോടും ഇടയാനോ മുഷിയാനോ ഒന്നും പോകരുത്. കുറച്ച് വർഷം മുന്നേ റാഗിങ്ങിൽ ഒരു കുട്ടിയുടെ കണ്ണിന് കാഴ്ച പോയ ഒരു കേസ് പേപ്പറിൽ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഹോസ്റ്റലിൽ ചെന്നപാടെ ഏകദേശ കാര്യങ്ങൾ പിടികിട്ടി. രാത്രിയിൽ കൂടെയുള്ള ഓരോരുത്തരെയായി സീനിയേഴ്സ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മുറിയിൽ ഉറങ്ങാതെ നെഞ്ചിടിച്ച് തങ്ങളുടെ ഊഴവും കാത്തു കിടക്കുന്ന ജൂനിയേഴ്സ്. ആർക്കും തമ്മിൽ ഒന്നും പറയാനില്ല. കടുത്ത നിശബ്ദത. തനിക്ക് ശ്വാസം മുട്ടിൻ്റെ അസുഖമുള്ളതിനാൽ ടെൻഷൻ ഒട്ടും പറ്റില്ല. അതുകൊണ്ട് മരുന്ന് നേരത്തെ കഴിച്ചു തുടങ്ങി. കൂടെയുള്ളവരോട് ഞാൻ എൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. അവർ കൈമലർത്തി. അവരുടെ നിസ്സഹായത എന്നോട് പറഞ്ഞു. പെട്ടെന്ന് 2 പേർ കയറി വന്നു. എന്നെ കൈകാട്ടി വിളിച്ചു. എനിക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. എൻ്റെ സകല ജീവനും ശ്വാസവും നിന്നുപോയി. ഞാൻ അവരുടെ കൂടെ യാന്ത്രികമായി നടന്നുപോയി. അവർ എനിക്ക് മുമ്പേ നടന്നു. ഹോസ്റ്റലിൻ്റെ ഏറ്റവും മുകളിലുള്ളൊരു മുറിയിലേക്കാണ് എന്നെ അവർ കൊണ്ടുപോയത്. 4-5 നില പടികൾ നടന്നു കയറിയപ്പോൾ ഞാൻ വല്ലാതെ അണയ്ക്കുന്നുണ്ടായിരുന്നു. വേഗം നടക്കാൻ പറ്റില്ലേടോ, അവരിൽ ഒരാൾ എന്നോട് ആക്രോശിച്ചു. ചെന്നപാടെ എന്നെ വലിച്ചകത്ത് കയറ്റി. വാതിലടച്ചു. ഇരുട്ടായ മുറിയിൽ ആരൊക്കെയോ ആണെന്ന് കാണുവാനോ എന്താണ് സംഭവിക്കുന്നതെന്നോ അറിയാൻ പറ്റുന്നില്ല. അകത്തുള്ളവരുടെ ബഹളം കാരണം പറയുന്നതൊന്നും കേൾക്കാനോ പറ്റുന്നില്ല. ആരെല്ലാമോ കൂടി എന്നെ പൊതിരെ തല്ലി. എന്തിനാണ് തല്ലുന്നതെന്നോ ആരാണ് ചവിട്ടുന്നതെന്നോ ഒന്നും എനിക്ക് മനസ്സിലായില്ല. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചു നോക്കി. ശബ്ദം പുറത്തു വന്നില്ല. കണ്ണു തുറക്കുമ്പോൾ ഞാൻ ആശുപത്രി കിടക്കയിലാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അമ്മയുടെ മുഖമാണ് ആദ്യം കണ്ടത്. പിന്നെയും മയക്കം കണ്ണുകളെ കൂട്ടിക്കെട്ടി, മനസ്സിനെയും. വേദന കൊണ്ട് പുളഞ്ഞ ദിവസങ്ങൾ. ശരീരം മുഴുവൻ ഒടിവുകൾ, ചതവുകൾ. 2 കൈയിലും മരുന്ന് കയറ്റാൻ വേണ്ടി കുത്തി കുത്തി പ്ലാസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു. ട്യൂബിൽ കൂടിയുള്ള ഭക്ഷണം. വയറ്റിൽ നിന്ന് പോകാൻ ഡയപ്പർ വെച്ചിരിക്കുന്നു. മൂത്രം പോകാൻ ട്യൂബ് എന്ന് വേണ്ട. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതേയില്ല. ചോദിക്കാൻ പറ്റാത്ത പോലെ താടിയെല്ലിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. വേദനകളുടെയും ആശങ്കകളുടെയും നാളുകൾ കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി. കേസും കൂട്ടവും ഒരു വഴിക്ക് നടക്കുന്നു. പോലീസ് വന്ന് എൻ്റെ മൊഴിയെടുത്തു. 4 മാസത്തോളം കോളേജിൽ പോകാൻ പറ്റിയില്ല. ചികിത്സ കഴിഞ്ഞ് നടുവിനേറ്റ ക്ഷതം കാരണം ഞാൻ വീൽചെയറിലായി. ഗവൺമെൻറ്റും UGCയും ഇടപെട്ടു. ആൻറ്റി റാഗിംഗ് സെൽ കർശനമായി ഇടപെട്ട് റാഗിങ്ങിൽപ്പെട്ട സീനിയേഴ്സിനെ സസ്പെൻഡ് ചെയ്തു. അവരുടെ വീട്ടുകാർക്ക് തൽക്കാലം നിഷ്ക്രിയരായിരിക്കാനേ കഴിഞ്ഞുള്ളൂ. എൻ്റെ നാട്ടിലെ കോളേജിലേക്ക് എനിക്ക് പഠിക്കാൻ പ്രത്യേക അനുമതി വാങ്ങിത്തന്നു. അങ്ങനെ ഞാൻ കിങ് ജോർജ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ലക്നൌവിൽ പഠിക്കാനായി ചേർന്നു. അവിടെ എനിക്ക് വേണ്ട എല്ലാ സഹായവും കോളേജ് അധികൃതരും കൂട്ടുകാരും ചെയ്തു തന്നു. വീട്ടിൽ നിന്നുള്ള മാനസിക ധൈര്യം കൊണ്ടും ചികിത്സ കൊണ്ടും എൻ്റെ ആരോഗ്യം കുറേയൊക്കെ മെച്ചപ്പെട്ടു. ഞാൻ എൻ്റെ മെഡിസിൻ പഠനം വളരെ നന്നായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. ഗോൾഡ് മെഡലോടെ ഞാൻ MBBS പാസ്സായി. തുടർന്ന് MDക്ക് അഡ്മിഷൻ കിട്ടി. ഓർത്തോപീഡിയാട്രിക്സ് മെഡിസിനിൽ തന്നെ MDയും എടുത്തു. ഒരുപാട് സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഉള്ള നടുവേദന ഇപ്പോഴും കൂടെയുണ്ട്. എങ്കിലും വിദഗ്ധ ചികിത്സകൾ ചെയ്തതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ വരെ എത്തി. വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഡൽഹിയിലുള്ളൊരു ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു കാർ ആക്സിഡൻറ്റ് നടന്ന് ഒരു ഫാമിലി മുഴുവൻ അത്യാസന്ന നിലയിൽ അഡ്മിറ്റായി. ഭാര്യയും ഡ്രൈവറും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അമ്മയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുവരുമ്പോൾ ശ്വാസം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അവരുടെ മകൻ ദേഹം ആസകലം നുറുങ്ങിയ അവസ്ഥയിലാണ്. പെട്ടെന്ന് തന്നെ 2 മേജർ സർജറികൾ ചെയ്തു. തുടർന്നുള്ള ചികിത്സകൾ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്തു. ആളെ തിരിച്ചറിഞ്ഞു. ഒരു ഡോക്ടർ നരേന്ദ്ര സിംഗ് ആണെന്ന് പറഞ്ഞു. പേര് കേട്ടപ്പോൾ മനസ്സിൽ എവിടെയോ ഒന്ന് ഉടക്കി.
ഇപ്പോഴത്തെ മുഖമൊന്നും കണ്ടിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഇനിയും നടുവിൻ്റെ ഓപ്പറേഷൻ കൂടി വേണ്ടിവരും. ഇത് കഴിഞ്ഞാലേ തുടർ ചികിത്സയ്ക്ക് സാധ്യമാകുകയുള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ കാത്തുകിടക്കുന്ന ബന്ധുക്കളുടെ ഇടയിൽ ഡോക്ടർ നരേന്ദ്രസിംഗിൻ്റെ ആരാണുള്ളതെന്ന് നേഴ്സ് തിരക്കിയപ്പോൾ 22 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പയ്യൻ മകനാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നു. ഡോക്ടർ കാണണമെന്ന് പറഞ്ഞു. നേഴ്സ് അയാളോട് അകത്തേക്ക് വരാനായിട്ട് പറഞ്ഞു. എൻ്റെ മുന്നിൽ വന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ എൻ്റെ എല്ലാ സംശയങ്ങളും നീങ്ങി. അതെ, ഇതാ പഴയ ഇടിയൻ നരൻ തന്നെ. പഴയ നരൻ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പോലെ ഡോക്ടർക്ക് തോന്നിച്ചു. മമ്മിയും ദീദിയും പോയ സങ്കടം അവൻ്റെ കണ്ണുകളിൽ കാണാം. ദയനീയമായി ബാബ എന്ന് പറഞ്ഞ് അവൻ പൊട്ടിക്കരഞ്ഞു. അത് കണ്ട് ഞാൻ അടുത്തിയെന്ന് അവനെ എൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. കഥ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ. ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.